നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ നാളെ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനുമായിട്ട് കളിക്കാനിറങ്ങിയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ കളി. കഴിഞ്ഞ മത്സരത്തിൽ കോങ്കോയോട് സമനിലയായതുകൊണ്ട് തന്നെ ഈ കളിയിലെ വിജയം പോർച്ചുഗലിന് വളരെ അനിവാര്യമാണ്. പക്ഷേ ഇപ്പോൾ പോർച്ചുഗീസ് ക്യാമ്പിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അത്ര ശുഭകരമല്ല. കഴിഞ്ഞ മത്സരത്തിൽ കോങ്കോയോട് സ്റ്റാർട്ട് ചെയ്ത അവരുടെ ഡിഫൻസിലെ പ്രധാന താരങ്ങൾ ഒരാൾ പരിക്ക് പറ്റി ഈ കളി കളിക്കില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. തോമസ് അറൗഹോ വിൽ മിസ് ദി ഗെയിം അഗെയിൻസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡ് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ വിശദമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. 24-കാരനായിട്ടുള്ള താരം നാഷണൽ ടീമിൻ്റെ ഫൈനൽ ട്രെയിനിങ് സെഷനിൽ നിന്ന് ആബ്സെൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കെയിലെ അവരുടെ രണ്ടാം മത്സരത്തിന് മുന്നോടിയായിട്ട് ടീം നടത്തിയ ഫൈനൽ ട്രെയിനിങ് സെഷനിൽ നിന്ന് അദ്ദേഹം ആബ്സെൻ്റ് ആയിരുന്നു. അറൗഹോ ടീമിനോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടില്ല. സോ റോബർട്ടോ മാർട്ടിനസിൻ്റെ മുന്നിൽ അദ്ദേഹം ഒരു ഓപ്ഷൻ അല്ല. പോർച്ചുഗലിൻ്റെ ഈ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ തോമസ് അറൗഹോ പുറത്തായിരിക്കുമെന്ന് റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ മത്സരത്തിൽ റൂബൻ ഡയസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം അദ്ദേഹം മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂനോ മെൻഡസും കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ടീം ഈ മത്സരം എങ്ങനെയും വിജയിക്കാനുള്ള ഒരുക്കങ്ങളിലാണുള്ളത് എന്നുകൂടി വിവരങ്ങൾ നൽകുന്നു റെക്കോർഡ്. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ മത്സരം സ്റ്റാർട്ട് ചെയ്തൊരു താരത്തെ രണ്ടാം മത്സരത്തിന് അവർക്ക് മിസ്സാവുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.